ഹായ് എവരിവൺ, എല്ലാവർക്കും അടുത്തറിയാമിൻ്റെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് തൃശ്ശൂരുള്ള ലിവ ഹോം ലിഫ്റ്റ്സിലാണ്. 2017 തൊട്ട് ലിഫ്റ്റ്സിൻ്റെ രംഗത്ത് മറ്റൊരു ഇന്നോവേഷൻ കൊണ്ടുവന്ന് മറ്റൊരു ചരിത്രം തന്നെ തിരുത്തി എഴുതിയിരിക്കുകയാണ് ഇവരെല്ലാവരും ചേർന്ന്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ലിവയുടെ ഫൗണ്ടർ ആയിട്ടുള്ള സഞ്ജു സാറിനെയാണ്. സോ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് സാറിനോട് ചോദിച്ചറിയാം. ഓക്കെ, വെൽക്കം സർ. താങ്ക് യു. വെൽക്കം. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും എനിക്കറിയാമോ, കുറച്ച് നാളായിട്ട് നമ്മുടെ ലിവയുടെ ഒരു മാർക്കറ്റിംഗ് സൈഡൊക്കെ സാറാണ് ഇങ്ങനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെ പ്ലാൻസ് ആണ്, അല്ലെങ്കിൽ എന്തൊക്കെ ഫ്യൂച്ചർ പ്ലാൻസ് ആണ് ലിവ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നത്? നമ്മുടെ പ്ലാനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾ ഇന്ത്യ നമ്മൾ ലിഫ്റ്റ് ഡെലിവറി നടത്തണം. അതിനിപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് മഹാരാഷ്ട്ര ഓഫീസ് എടുത്തു, ടൈപ്പായിട്ട് അവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അടുത്ത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ ഇപ്പോൾ ഈ ആഴ്ചയിൽ തന്നെ നമ്മൾ ബാംഗ്ലൂർ ലോഞ്ചിങ് ഉണ്ട്. അപ്പോൾ അതവിടെ വരും. ഓൾ ഇന്ത്യ മാത്രമല്ല, ഇപ്പോൾ 1 വീക്കായിട്ട് നമ്മളൊരു ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GCC കൺട്രീസിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഫ്രാഞ്ചൈസികളുടെ വർക്കുകളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് GCC അടക്കം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിൽ തന്നെ വളരെ ഞങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടില്ല ഒരു മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടുള്ള. എത്ര വർഷം കഴിഞ്ഞാലും ഈ ലിഫ്റ്റ് ഇങ്ങനെ മെയിൻ്റനൻസ് ഇല്ലാതെ ഓടും എന്നുള്ളൊരു ഞങ്ങളൊരു വിശ്വാസം. ഞങ്ങളിപ്പോൾ 10 വർഷത്തോളമായി അതിൻ്റെ ഒരു വിശ്വാസം തന്നെയാണ് ഞങ്ങൾ അവിടെയൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് പറ്റുന്നത്. സോ തീർച്ചയായിട്ടും ഒരു ഫേം അത് ഏറ്റവും സക്സസ്ഫുൾ ആവുന്നത് അതിനകത്തുള്ള നമ്മളുടെ ടീം വർക്കാണ്, അതുപോലെ തന്നെ അതിനകത്തുള്ള സ്റ്റാഫ്സ് കാര്യങ്ങളൊക്കെയാണ്. സോ നമ്മുടെ സ്റ്റാഫ്സിനെ പറ്റിയിട്ട്, ആ ഒരു സ്ട്രെങ്ത്തിനെ പറ്റിയിട്ടൊന്ന് നമ്മളെല്ലായിടത്തും ഒന്ന് ഷെയർ ചെയ്യാമോ? നമ്മുടെ ടീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ശരിക്കും നല്ലൊരു ബ്രൗഷറും അതേപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിട്ട് തുടങ്ങിയിട്ടൊരു 6 മന്താണ് നമ്മളായിട്ടുള്ളൂ. എന്നുവെച്ചാൽ നമുക്ക് ഇതുവരെയുള്ള ഓർഡേഴ്സ് മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ പറഞ്ഞ് കണ്ടിട്ടാണ് നമുക്ക് ഇതുവരെയുള്ള ഓർഡറുകൾ തന്നെ. തിരുവനന്തപുരം തൊട്ട് ചെന്നൈ വരെ നമ്മളിപ്പോൾ ഓൾറെഡി ഇൻസ്റ്റലേഷൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ഓഫീസ് ടീമായി, അതേപോലെ തന്നെ ഇലക്ട്രോണിക്സ് എൻജിനീയേഴ്സ് 6 പേര് എൻജിനീയേഴ്സ് ഇപ്പോൾ തന്നെ ഉണ്ട്. ഇനിയും നമുക്ക് ഓൾ ഇന്ത്യ ഡെവലപ്പ് ചെയ്യുമ്പോഴും പുറത്തേക്കും എൻജിനീയേഴ്സിന് മുഴുവൻ ആവശ്യമുണ്ട് നമുക്ക്. പിന്നെ മെക്കാനിക്കൽ എൻജിനീയേഴ്സ് ഉണ്ട്. ഇതിൻ്റെ എല്ലാം നമ്മൾ പ്രീമിയം പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാം വെൽ എഡ്യൂക്കേറ്റഡ് എൻജിനീയേഴ്സും ആൾക്കാരെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ എത്രത്തോളം ലിഫ്റ്റ്സ് ഇപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്? അതിൽ തന്നെ പ്രീമിയം എന്ന് പറയുന്ന കസ്റ്റമേഴ്സ് എടുത്തു പറയാൻ ആരൊക്കെയുണ്ട്? നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാ കസ്റ്റമേഴ്സും ഞങ്ങൾക്ക് പ്രീമിയം ആൾക്കാരാണ്. പക്ഷേ അതിലെടുത്ത് പറയാൻ ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരം തൊട്ട് ചെന്നൈ വരെ നമ്മൾ ലിഫ്റ്റ്സ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുള്ള കമ്പനിയാണ്. ഇപ്പോൾ തൃശ്ശൂർ നമ്മൾ പറയുമ്പോൾ നന്ദിലത്ത് ചന്ദ്രേട്ടൻ, അതേപോലെ തന്നെ രാജി നഴ്സിംഗ് ഹോമിൻ്റെ രാജേശ്വരി ഡോക്ടറിൻ്റെ വീട്ടിൽ അവരൊക്കെ വളരെ ഹാപ്പിയാണ്. ലഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൻ്റെ ഓണറുടെ വീട്ടിൽ നമ്മൾ ലിഫ്റ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെയാണ് ഇവിടുത്തെ പ്രീമിയം ആൾക്കാരായിട്ട് നമ്മൾ. പക്ഷേ ഒരുപാട് സാധാരണക്കാരടക്കം ലിഫ്റ്റ് വെച്ചിട്ടുണ്ട്. ഒരു സ്കൂളിലൊരു ടീച്ചറായിട്ടുള്ള ജെയ്സൺ മരത്താക്കര ആളുടെ വീട്ടിൽ നമ്മൾ ലിഫ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാധാരണക്കാരനും വെറും 1000 സ്ക്വയർ ഫീറ്റിൽ ഉള്ള വീട്ടുകാരും ഇതൊരു ആവശ്യമാണല്ലോ. അതായത് 3 റൂം മുകളിലുണ്ട്, അവർക്കൊന്ന് മുകളിൽ പോകാൻ വീട് 2 നില പണം തൊട്ടു. പിന്നെ നമ്മൾ 100 വർഷം പഴക്കമുള്ള വീടുകളിലും നമുക്ക് ചെയ്യാൻ പറ്റും. 50 വർഷത്തിൽ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ടെക്നോളജിയുടെ ഒരു ഗുണമാണ് അതിൻ്റെത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാവരും ഹാപ്പിയാണ്. അതാണ് ഞങ്ങളുടെ ഇനിയും ഉള്ള മുന്നോട്ടുള്ള യാത്രയിൽ അവരെല്ലാവരും നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. സോ നമ്മുടെ ലിഫ്റ്റിൻ്റെ സേഫ്റ്റി സൈഡ്, ലിവയുടെ സേഫ്റ്റി സൈഡ് എന്തൊക്കെയാണ്? അപ്പോൾ നമ്മൾ ഇതിൻ്റെ താഴെ വന്ന് നിൽക്കാൻ അവിടെ വെച്ച് സ്റ്റക്ക് ആവും. സെൻസേഴ്സ് വെച്ച് പ്രൊട്ടക്റ്റഡ് ആണ്. ഓക്കെ. ഈ സെൻസേഴ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സ് ഐറ്റംസ് അല്ല, നമ്മൾ വിചാരിക്കും ഇനി അത് ഫെയിലിയർ ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അതുകൂടാതെ ഇതിന് വേറെ പറ്റില്ല, നമുക്കത് പിടിച്ചു നിർത്താൻ പറ്റും. ഓക്കെ. അത് മേലേക്ക് പോകും. ഈ 2 സേഫ്റ്റിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്.
നമ്മളിപ്പോൾ താഴ്ത്തിക്ക് വരുമ്പോൾ സപ്പോസ് കറണ്ട് പോയി വരിക, കറണ്ട് പോയാൽ ഇതിന് ബാറ്ററി ബാക്കപ്പ് ഉള്ള നമുക്ക് ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. അപ്പോൾ താഴ്ത്തിക്ക് വരാനുള്ള ഇത്. പിന്നെ ഇത് മേലേക്ക് മാത്രമാണ് നമുക്ക് കറണ്ട് ആവശ്യമുള്ളത്, താഴ്ത്തിക്ക് നമുക്ക് കറണ്ട് ആവശ്യമില്ല. അപ്പോൾ താഴ്ത്തിക്ക് വരുമ്പോൾ അതുകൊണ്ട് തന്നെ 80 times ട്രാവൽ ചെയ്യുമ്പോഴാണ് ഒരു യൂണിറ്റ് കറണ്ട് എടുക്കുക. 80 times ട്രാവൽ ചെയ്യുമ്പോഴാണ് 1500 വാട്ട്സിലാണ് അത് വർക്ക് ചെയ്യുന്നത്, സിംഗിൾ ഫേസിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇത് വീട്ടിൽ വെച്ചുകൊണ്ട് ഒരുപാട് കറണ്ട് സാധാരണ ലിഫ്റ്റ്സുകളിൽ നിന്ന് ഒരു 3 HP to 5 HP പവർ എടുക്കും. അത് ഫുൾ ടൈം വർക്കിംഗ് ആയിരിക്കും. അപ്പോൾ നമ്മളൊരു AC യൂണിറ്റ് വർക്ക് ചെയ്യുന്ന മാതിരി തന്നെ അത്രയും പവർ കൺസപ്ഷൻ ഉണ്ടാവും. ഇതിനെ സംബന്ധിച്ച് അങ്ങനെ കൺസപ്ഷൻ ഇല്ല. 80 times ട്രാവൽ ചെയ്യുമ്പോൾ തന്നെയാണ് ഒരു യൂണിറ്റ് കറണ്ട് എടുക്കുന്നത്. കാരണം താഴത്തേക്ക് ഗ്രാവിറ്റിയിലാണ് വരുന്നത്. ഒരു ബാറ്ററി ബാക്കപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ അപ്പം തീർച്ചയായിട്ടും അഫോർഡബിളും അതുപോലെ തന്നെ കറണ്ടിന്റെ കാര്യം സംസാരിക്കുമ്പോഴും സേഫ്റ്റി വൈസും എല്ലാം കൊണ്ടും സെക്യൂർഡ് ആയിട്ടുള്ള ഒരു പാക്കേജ് തന്നെയാണ് അല്ലേ? ഓക്കെ. പിന്നെ മാത്രമല്ല നമുക്കിപ്പോൾ ഇത് ഈ പ്രത്യേകത ഈ ഒരു ബോക്സ് മാത്രമാണ് നമുക്ക് വോളിൽ മൗണ്ട് ചെയ്യുള്ളൂ. ബാക്കിയുള്ളതെല്ലാം മേലേക്ക് കയറ്റിയിട്ട് നമുക്ക് താഴെ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാം, താഴെ മേലെ യൂട്ടിലൈസ് ചെയ്യാം. അങ്ങനെ വേറെ സേഫ്റ്റിയും കൂടി കാണിച്ചു തരാം കേട്ടോ. സപ്പോസ് നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് ഇതിന് ഡോർ തുറന്നു വിചാരിക്കാം, അത് അവിടെ നിൽക്കും, ലിഫ്റ്റ് അവിടെ നിന്നു, ഈ ഡോർ അടച്ചാൽ മാത്രമേ താഴത്തേക്ക് പോകുള്ളൂ. സോ ലിഫ്റ്റ്സിൻ്റെ ലോകത്ത് മറ്റൊരു ഇന്നോവേഷൻ കൊണ്ടുവന്ന് തീർച്ചയായിട്ടും നമ്മുടെ ഇവിടെയുള്ള ആൾക്കാരിലേക്ക് ഈ ഒരു നോളജൊക്കെ എത്തിക്കാനായിട്ട് അല്ലെങ്കിൽ പുതിയൊരു സർവീസ് എത്തിക്കാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഗ്രോത്ത് ഇത്രയും എത്തി നിൽക്കുന്നത്. സോ തീർച്ചയായിട്ടും പുതിയ പുതിയ കാര്യങ്ങളിലേക്കും പുതിയ പുതിയ ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒത്തിരി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടിരിക്കട്ടെ എന്ന് നമ്മളെല്ലാവരും ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സോ അടുത്തറിയാമിൻ്റെ ഈ ഒരു സെഗ്മെൻറ്റ് ഒരുപാട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. സോ തീർച്ചയായിട്ടും അടുത്തൊരു സെഗ്മെൻറ്റിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ, ദിസ് ഈസ് ദേവിക.